എല്ലാ കൂട്ടുകാർക്കും +1 മാത്സിലെ സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 1 വീഡിയോയിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ ചാപ്റ്റർ. ആദ്യമായി എന്താണ് സീക്വൻസസ് എന്ന് നോക്കാം. സീക്വൻസസ് ആർ എ സെറ്റ് ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു എനി സ്പെസിഫിക് റൂൾ. ഏതെങ്കിലും ഒരു നിയമത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കൂട്ടം നമ്പേഴ്സാണ് സീക്വൻസ്. നോക്കൂ, 1, 2, 3, 4 എക്സെട്ര എന്ന നാച്ചുറൽ നമ്പേഴ്സ് ഒരു സീക്വൻസിന് എക്സാമ്പിളാണ്. 2, 4, 6, 8 എക്സെട്ര എന്ന ഈവൺ നമ്പേഴ്സ് ഒരു സീക്വൻസിന് എക്സാമ്പിളാണ്. 2, 3, 5, 7 എക്സെട്ര എന്ന പ്രൈം നമ്പേഴ്സ് ഒരു സീക്വൻസിന് എക്സാമ്പിളാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് സീക്വൻസുകളെ കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഒരു സീക്വൻസിലെ നമ്പേഴ്സിന് വിളിക്കുന്ന പേര് ആ സീക്വൻസിലെ ടേംസ് എന്നാണ്. ടേംസിനെ ജനറലായി റെപ്രസെൻ്റ് ചെയ്യാറ് A1, A2, A3 എക്സെട്ര AN എന്ന രീതിയിലാണ്. ഇതിന് പകരം X1, X2, X3 എക്സെട്ര XN എന്നും അതുപോലെ T1, T2, T3 എക്സെട്ര TN എന്ന രീതിയിലൊക്കെ റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെ കോമൺ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് A1, A2, A3 എക്സെട്ര AN ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇനി ഒരു സീക്വൻസിലെ ലിമിറ്റഡ് ടേമുകളെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ എങ്കിൽ അത്തരം സീക്വൻസുകളെ ഫൈനൈറ്റ് സീക്വൻസ് എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ 2, 4, 6, 8 എക്സെട്ര 100. 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അത് 100 വരെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ എങ്കിൽ ഈ സീക്വൻസിന് വിളിക്കുന്ന പേരെന്താണ്? ഫൈനൈറ്റ് സീക്വൻസ് എന്നാണ്. ഫൈനൈറ്റ് സീക്വൻസ്. 2, 4, 6, 8 എക്സെട്ര എന്ന രീതിയിൽ അവസാനിക്കാത്ത സീക്വൻസുകൾ വിളിക്കുന്ന പേര് ഇൻഫിനിറ്റ് സീക്വൻസ് എന്നാണ്. നോക്കൂ, ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടായി ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് സീക്വൻസ്. സീക്വൻസിലെ ടേമുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നത് A1, A2, A3 എക്സെട്ര AN എന്ന രീതിയിലാണ്. ഫൈനൈറ്റ് സീക്വൻസ്, ഇൻഫിനിറ്റ് സീക്വൻസ്. ലിമിറ്റഡ് എണ്ണം മാത്രമാണെങ്കിൽ ഫൈനൈറ്റ് സീക്വൻസ്, എൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അത്തരം സീക്വൻസുകളെ വിളിക്കുന്ന പേര് ഇൻഫിനിറ്റ് സീക്വൻസ്. ഈ ചാപ്റ്ററിൻ്റെ പേര് സീക്വൻസസ് ആൻഡ് സീരീസ് എന്നാണ്. അതിൽ സീക്വൻസ് എന്താണെന്ന് മനസ്സിലായി. ഇനി അടുത്തതായി മനസ്സിലാക്കേണ്ടത് എന്താണ് സീരീസ്. നോക്കൂ, 2, 4, 6, 8 എക്സെട്ര എന്നത് എന്താണ്? ഒരു സീക്വൻസ് ആണ്. ഈ സീക്വൻസിലെ നമ്പേഴ്സിനെയെല്ലാം സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കോമ ഇട്ടിട്ടാണ്. ഇനി 2 + 4 + 6 + 8 + എക്സെട്ര എന്ന രീതിയിൽ എഴുതുന്നതിനെയാണ് സീരീസ് എന്ന് വിളിക്കുന്നത്. എ സീരീസ് ഈസ് എ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ദാറ്റ് ഈസ് ആഡഡ് ബൈ പ്ലസ് സൈൻസ്. നോക്കൂ, ഒരു സീക്വൻസിലെ ടേമുകളെ പ്ലസ് സൈൻ ഇട്ട് റെപ്രസെൻ്റ് ചെയ്താൽ അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? സീരീസ്. അപ്പോൾ എന്താണ് സീക്വൻസ്, എന്താണ് സീരീസ് എന്ന് മനസ്സിലാക്കുക. ഇതാണ് സീക്വൻസ്, ഇതാണ് സീരീസ്. ഈ ചാപ്റ്ററിലെ പ്രധാന ആശയങ്ങൾ ഇവയാണ്. ഇതിലെ സീക്വൻസ് എന്ന ഭാഗമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഭാഗത്ത് നിന്ന് ടെക്സ്റ്റ് ബുക്കിൽ 14 ചോദ്യങ്ങളാണുള്ളത്. അതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. റൈറ്റ് ദി ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ് whose nth ടേം ഈസ് an equal to n into n plus 2. ഒരു സീക്വൻസിൻ്റെ nth ടേം an equal to n into n plus 2 ആണ്. ആ സീക്വൻസിലെ ഫസ്റ്റ് 5 ടേംസ് കാണാനാണ് പറയുന്നത്. ഒരു സീക്വൻസിൻ്റെ nth ടേമിൽ n-ന് 1 നൽകുമ്പോൾ ഫസ്റ്റ് ടേം കിട്ടുന്നു, n-ന് 2 നൽകുമ്പോൾ സെക്കൻഡ് ടേം കിട്ടുന്നു. അത്തരത്തിൽ n-ന് വിലകൾ നൽകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയ ടേമുകൾ കിട്ടുമെന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. ഈ ആശയം ഉപയോഗിച്ച് ഈ സീക്വൻസിലെ ഫസ്റ്റ് 5 ടേംസ് കണ്ടെത്തുകയാണ് നാം ഇവിടെ ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ഫസ്റ്റ് ടേം കാണാം. ഇവിടെ nth ടേം an equal to n into n plus 2 ആണ്. ആയതുകൊണ്ട് ഫസ്റ്റ് ടേം A1 equal to nth ടേമിൽ n സ്ഥലത്ത് 1 നൽകുമ്പോൾ 1 into 1 plus 2 equal to 1 into 1 plus 2 3 ആണ്. 1 into 3 3. അങ്ങനെ ഫസ്റ്റ് ടേം 3 കിട്ടുന്നു. ഇനി സെക്കൻഡ് ടേം A2 equal to 2 into 2 plus 2. n സ്ഥാനത്ത് 2 നൽകി. അപ്പോൾ കിട്ടുന്നത് 2 into 2 plus 2 4 ആണ്. 8 കിട്ടുന്നു. ഇനി തേർഡ് ടേം A3 equal to 3 into 3 plus 2 equal to 3 into 5 15 കിട്ടുന്നു. ഇനി ഫോർത്ത് ടേം A4 equal to 4 into 4 plus 2
4 into 6 24. ഇനി ഫിഫ്ത്ത് ടേം 5 into 5 plus 2 5 into 7 35. ഇത്തരത്തിൽ ഒരു സീക്വൻസിൻ്റെ nth ടേം തന്ന് ആ nth ടേം ഉപയോഗിച്ച് ആ സീക്വൻസിലെ ഫസ്റ്റ് 5 ടേംസ് കണ്ടെത്തുക എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ആദ്യ ഭാഗത്ത് വരുന്നത്. അതിലെ ഒന്നാമത്തെ ചോദ്യം ചെയ്തു. ഇനി അടുത്ത ചോദ്യം നോക്കാം. റൈറ്റ് ദി ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ് whose nth ടേം ഈസ് an equal to n by n plus 1. ഇവിടെ നോക്കൂ, ഫസ്റ്റ് 5 ടേംസ് കാണാനുള്ള സീക്വൻസിൻ്റെ nth ടേം an equal to n by n plus 1 ആണ്. നമുക്ക് ഫസ്റ്റ് ടേം കാണാം. a1 equal to, നോക്കൂ ഇവിടെ തന്നിരിക്കുന്നത് nth ടേം ആണ്. അതിൽ n-ന് 1 നൽകുമ്പോൾ എന്ത് കിട്ടുന്നു? ഫസ്റ്റ് ടേം കിട്ടുന്നു. അങ്ങനെ ഫസ്റ്റ് ടേം 1 by 1 plus 1 ഈക്വൽ ടു 1 by 2. ഇനി സെക്കൻഡ് ടേം കാണാൻ എന്താ ചെയ്യേണ്ടത്? n-ന് 2 നൽകുക. അങ്ങനെ സെക്കൻഡ് ടേം a2 ഈക്വൽ ടു 2 by 2 plus 1 ഈക്വൽ ടു 2 by 3 കിട്ടുന്നു. ഇനി a3 തേർഡ് ടേം എന്നത് 3 by 3 plus 1 ഈക്വൽ ടു 3 by 4 കിട്ടുന്നു. ഇനി a4 ഫോർത്ത് ടേം 4 by 4 plus 1 ഈക്വൽ ടു 4 by 5. ഇനി ഫിഫ്ത്ത് ടേം a5 എന്തായിരിക്കും? 5 by 5 plus 1 5 by 6 കിട്ടുന്നു. വളരെ ഈസിയായ ചോദ്യമാണ്. ഇവിടെ തന്നിരിക്കുന്ന ഒരു സീക്വൻസിന് nth ടേം ആണ്. ആ nth ടേമിൽ നിന്ന് ആ സീക്വൻസിലെ ഫസ്റ്റ് 5 ടേംസ് കണ്ടെത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലും ഒരു സീക്വൻസിലെ ഫസ്റ്റ് 5 ടേംസ് ആണ് കണ്ടെത്തേണ്ടത്. ആ സീക്വൻസിൻ്റെ nth ടേം an ഈക്വൽ ടു 2 raised to n ആണ്. അപ്പോൾ a1 എന്നത് 2 raised to 1 ഈക്വൽ ടു 2. a2 സെക്കൻഡ് ടേം 2 raised to 2 ഈക്വൽ ടു 4. തേർഡ് ടേം a3 ഈക്വൽ ടു 2 raised to 3 8. ഫോർത്ത് ടേം a4 ഈക്വൽ ടു 2 raised to 4 16. ഫിഫ്ത്ത് ടേം a5 ഈക്വൽ ടു 2 raised to 5 32. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ സീക്വൻസിൻ്റെ an ഈക്വൽ ടു 2 raised to n എന്ന സീക്വൻസിൻ്റെ ഫസ്റ്റ് 5 ടേംസ് കണ്ടെത്താവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ nth ടേം an ഈക്വൽ ടു 2n മൈനസ് 3 by 6 ആണ്. ഇവിടെയും കാണേണ്ടത് ഫസ്റ്റ് 5 ടേംസ് ആണ്. ആയതുകൊണ്ട് a1 ഈക്വൽ ടു 2 into 1 minus 3 by 6 2 minus 3 by 6 2 minus 3 minus 1 ആണ്. അങ്ങനെ -1 by 6 എന്ന് കിട്ടുന്നു. ഇനി a2 സെക്കൻഡ് ടേം a2 ഈക്വൽ ടു 2 into 2 minus 3 by 6. നോക്കൂ, nth ടേം 2n minus 3 by 6 ആണ്. സെക്കൻഡ് ടേം കാണാൻ n-ന് 2 നൽകുന്നു. അങ്ങനെ 2 into 2 minus 3 by 6 2 into 2 4 ആണ്. 4 minus 3 by 6 4 minus 3 1 ആണ്. 1 by 6 കിട്ടുന്നു. ഇനി a3 ഈക്വൽ ടു 2 into 3 minus 3 by 6 2 into 3 6 ആണ്. 6 minus 3 by 6 ആൻസർ കിട്ടുന്നത് 3 by 6 ആണ്. ഇനി a4 ഈക്വൽ ടു 2 into 4 minus 3 by 6 2 into 4 8 ആണ്. 8 minus 3 by 6 ഈക്വൽ ടു 5 by 6. ഇനി a5 ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് 2 into 5 minus 3 by 6 ഈക്വൽ ടു 10 minus 3 by 6 ഈക്വൽ ടു 7 by 6. അങ്ങനെ ഈ സീക്വൻസിലെയും ഫസ്റ്റ് 5 ടേംസ് കിട്ടുന്നു. അടുത്ത ചോദ്യത്തിൽ nth ടേം an ഈക്വൽ ടു -1 raised to n minus 1 ഇൻറ്റു 5 raised to n plus 1. ഇതാണ് nth ടേം. ഈ സീക്വൻസിൻ്റെയും ഫസ്റ്റ് 5 ടേംസ് ആണ് കാണേണ്ടത്. a1 ഈക്വൽ ടു, നോക്കൂ ഇവിടെ തന്നിരിക്കുന്നത് ഒരു സീക്വൻസിൻ്റെ nth ടേം ആണ്. അതിൽ n-ൻ്റെ സ്ഥാനത്ത് 1 നൽകുമ്പോഴാണ് ഫസ്റ്റ് ടേം കിട്ടുന്നത്. അങ്ങനെ ഫസ്റ്റ് ടേം a1 ഈക്വൽ ടു -1 raised to 1 minus 1 ഇൻറ്റു 5 raised to 1 plus 1. അങ്ങനെ നമുക്ക് കിട്ടുന്നത് -1 raised to 1 minus 1 എത്രയാണ്? 0 ഇൻറ്റു 5 raised to 2. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, ഏതൊരു നമ്പറിൻ്റെ പവർ 0 വന്നാലും
ആൻസർ 1 ആണ്. ഇനി മറ്റൊരു കാര്യം, -1 ഈവൻ നമ്പർ. -1ന്റെ പവറായി ഈവൻ നമ്പർ വന്നാൽ ആൻസർ 1ഉം, -1ന്റെ പവർ ഓഡ് നമ്പർ വന്നാൽ ആൻസർ -1ഉം ആണ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ബേസിക് ആയ കാര്യമാണ്. ഇതെന്ന് ഓർക്കുക. ഇവിടെ നോക്കൂ, -1 ആൻസർ എന്ത് വരും? 1. ഏതൊരു നമ്പറിൻ്റെ പവർ 0 വന്നാലും ആൻസർ 1 ആണ്. 1 × 5² = 25 എന്ന് കിട്ടുന്നു. ഇനി സെക്കൻഡ് ടേമായ A2 കാണാം. A2 = -1 × 5 + 1. അങ്ങനെ -1 × 1 ആണ്, ഇൻറ്റു 5/3. -1 ഓഡ് നമ്പർ വന്നു കഴിഞ്ഞാൽ എന്താ ആൻസർ? -1 ആണ്. അങ്ങനെ -1 എന്നത് -1 കിട്ടുന്നു, അല്ലെങ്കിൽ -1 എന്ന് പറഞ്ഞാൽ -1 തന്നെയാണ്. ഇൻറ്റു 5³ എന്ന് പറഞ്ഞാൽ 125 ആണ്. അങ്ങനെ ആൻസർ കിട്ടുന്നത് -125. ഇനി A3 തേർഡ് ടേം A3 = -1 × 3 - 1 × 5/3 + 1. -1 × 3 - 1 2 ആണ്, ഇൻറ്റു 5/4. -1ന്റെ സ്ക്വയർ -1 × -1 എന്നത് 1 ആണ്, ഇൻറ്റു 5/4 എന്നത് 5 × 5 × 5 × 5 ആണ്. അത് 625 ആണ്. അങ്ങനെ ആൻസർ 625 എന്ന് കിട്ടുന്നു. ഇനി ഫോർത്ത് ടേം A4 = -1 × 4 - 1 × 5/4 + 1 -1 × 3 × 5/5 -1/3. -1ന്റെ പവർ ഓഡ് നമ്പർ ആണെങ്കിൽ -1 ആണ്, ആയതുകൊണ്ട് -1 കിട്ടുന്നു. 5/5 3125 ആണ്. ഇതിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് -3125 എന്ന് ആൻസർ കിട്ടുന്നു. ഇനി ഫിഫ്ത്ത് ടേം A5 = -1 × 5 - 1 × 5/5 + 1 -1 × 4 × 5/6 -1 × 4 ഈവൻ നമ്പർ ആയതുകൊണ്ട് 1 ആണ്. 5/6 എന്നത് 15,625 ആണ്. അങ്ങനെ 15,625 എന്ന് ആൻസർ കിട്ടുന്നു. ഇവിടെ ഒരു സീക്വൻസിന് nth ടേം തന്ന് അതിലൂടെ ഫസ്റ്റ് 5 ടേംസ് കണ്ടിരിക്കുന്നു. ഇനി ആറാമത്തെ ചോദ്യം. ഇവിടെയും ഫസ്റ്റ് 5 ടേംസ് ആണ് കാണേണ്ടത്. തന്നിരിക്കുന്ന സീക്വൻസിന്റെ nth ടേം n × n² + 5/4. ഇവിടെ നമുക്ക് ആദ്യം ഫസ്റ്റ് ടേം കാണാം. ഫസ്റ്റ് ടേം A1 = 1 × 1² + 5/4. നോക്കൂ, nth ടേമിൽ n-ന് 1 നൽകുമ്പോൾ ഫസ്റ്റ് ടേം കിട്ടുന്നു. അങ്ങനെ 1 × 1² 1 ആണ്, 1 + 5/4. ആൻസർ കിട്ടുന്നത് 6/4 ആണ്. 6/4 എന്ന് പറയുമ്പോൾ 3/2 എന്ന് വേണമെങ്കിൽ എഴുതാം. ഇനി സെക്കൻഡ് ടേം A2 = 2 × 2² + 5/4 ആണ്. 2 × 2² 4 ആണ്. 4 + 5 9, 9/4 എന്ന് കിട്ടുന്നു. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 9/2 എന്ന് ആൻസർ കിട്ടുന്നു. തേർഡ് ടേം A3 = 3 × 3² + 5/4. 3 × 3² 9 ആണ്. 9 + 5 14, 14/4 ക്യാൻസൽ ചെയ്യുമ്പോൾ 7/2. 3 × 7 21/2 എന്ന് ആൻസർ കിട്ടുന്നു. ഇനി A4 ഫോർത്ത് ടേം = 4 × 4² + 5/4 ഈ 4ഉം 4ഉം ക്യാൻസൽ. 4² 16 ആണ്. 16 + 5 21 എന്ന ആൻസർ കിട്ടുന്നു. ഇനി A5 ഫിഫ്ത്ത് ടേം A5 = 5 × 5² + 5/4 5² 25 ആണ്. 25 + 5 30 ആണ്. അങ്ങനെ 5 × 30/4 എന്ന് കിട്ടുന്നു. ഇതിനെ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 15, 2
5 ഇൻറ്റു 15 75/2 എന്ന് ഫിഫ്ത്ത് ടേം കിട്ടുന്നു. അങ്ങനെ ഈ സീക്വൻസിൻ്റെ n×n² + 5/4 എന്ന സീക്വൻസിൻ്റെ ഫസ്റ്റ് 5 ടേംസ് കിട്ടുന്നു. അടുത്ത ചോദ്യം, ഫൈൻഡ് ദി 17th ടേം ഓഫ് ദി സീക്വൻസ് whose nth ടേം ഈസ് an = 4n-3. നോക്കൂ, ഒരു സീക്വൻസിൻ്റെ nth ടേം an = 4n-3 ആണ്. ഈ സീക്വൻസിൻ്റെ 17th ടേം കാണണം. ഒരു സീക്വൻസിൻ്റെ nth ടേം തന്ന് അതിന് n-ന്റെ സ്ഥാനത്ത് വിലകൾ നൽകുമ്പോൾ ആ സീക്വൻസിലെ ടേമുകൾ കിട്ടുമെന്ന കാര്യം നമുക്കറിയാം. ഇവിടെ കാണേണ്ടത് 17th ടേം ആണ്. ആയതുകൊണ്ട് a17 = n-ന്റെ സ്ഥാനത്ത് 17 നൽകിയാൽ മതി. 4 × 17 - 3 4 × 17 68 - 3 = 65 എന്ന് കിട്ടുന്നു. അടുത്ത ചോദ്യം, ഒരു സീക്വൻസിൻ്റെ nth ടേം an = n²/2n ആണ്. ഈ സീക്വൻസിൻ്റെ 7th ടേം കാണണം. 7th ടേം കാണാൻ എന്താ ചെയ്യേണ്ടത്? n-ന്റെ സ്ഥാനത്ത് 7 നൽകുക. അങ്ങനെ 7²/2�7. 7² 49 ആണ്. 2�7 2 × 2 × 2 അങ്ങനെ 7 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക. കിട്ടുന്ന ആൻസർ 128 ആണ്. നോക്കൂ, 10ാം ക്ലാസ് പോലെയല്ല, നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാവുന്നതാണ്. വളരെ ഈസിയായി ഈ കാൽക്കുലേഷനൊക്കെ ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോവാത്തത്. വളരെ ഈസിയായി ഇതെല്ലാം കിട്ടുന്നതാണ്. ഇനി അടുത്ത ചോദ്യത്തിൽ nth ടേം an = -1⁻n−1 × n³ ഇത് nth ടേം ആയ സീക്വൻസിൻ്റെ 9th ടേം കാണുക എന്നതാണ് ചോദ്യം. 9th ടേം a9 = -1⁻9−1 × 9³ അങ്ങനെ -1⁻9−1 8 ആണ്. 9³ 729 ആണ്. ഇനി -1 ഈവൺ നമ്പർ ആയതുകൊണ്ട് ആൻസർ 1 ആണ്. × 729 ആൻസർ കിട്ടുന്നത് 729. അടുത്ത ചോദ്യത്തിൽ nth ടേം an = n×n-2/n+3. ഇവിടെ കാണേണ്ടത് 20th ടേം ആണ്. a20 = 20 × 20-2/20+3 = 20 × 18/23. ആൻസർ കിട്ടുന്നത് 360/23. അടുത്ത ചോദ്യം, റൈറ്റ് ദി ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദി ഫോളോയിങ് സീക്വൻസ് ആൻഡ് ഒബ്റ്റെയിൻ ദി കറസ്പോണ്ടിങ് സീരീസ്. a1 = 3, an = 3 × an-1 + 2 ഫോർ ഓൾ n > 1. ഇവിടെ ഒരു സീക്വൻസിൻ്റെ nth ടേം തന്നിരിക്കുന്നു. ഇത് ഉപയോഗിക്കാൻ കഴിയുന്നത് n > 1. n-ന്റെ വിലകൾ 1-നേക്കാൾ വലുതാകുമ്പോൾ മാത്രമാണെന്നും n 1 ആവുന്ന സമയത്ത് ഫസ്റ്റ് ടേം 3 ആണെന്നുമാണ് തന്നിരിക്കുന്നത്. നോക്കൂ, ഇവിടെ ഫസ്റ്റ് ടേം എത്രയാണ്? 3 ആണ്. ഇനി ഈ ഒരു nth ടേം ഉപയോഗിക്കാൻ കഴിയുന്നത് 2, 3, 4 etc. എന്ന n-ന് 1-നേക്കാൾ വലിയ വിലകൾ വരുമ്പോഴാണ്. ഇതുപയോഗിച്ച് നമുക്ക് എന്ത് കാണാം? സെക്കൻഡ് ടേം കാണാം. a2 = നോക്കൂ, an = ഇതാണ്. അപ്പോൾ a2 = 3 × 2-1. a2-1 എത്രയാണ്? 1 + 2. അങ്ങനെ 3 × a1 + 2 എന്ന് കിട്ടുന്നു. ഇവിടെ 3 × a1 എത്രയാണ്? 3 ആണ്. 3 × 3 + 2 = 9 + 2 11 എന്ന് കിട്ടുന്നു. ഇനി a3 എന്നത് നോക്കൂ, an = 3 × an-1 + 2 ആണ്. അപ്പോൾ a3 എന്ന് പറയുമ്പോൾ 3 × 3-1 2 കിട്ടുന്നു. അങ്ങനെ a2 + 2 3 × 11 + 2 33 + 2 35 കിട്ടുന്നു. ഇവിടെ ഫസ്റ്റ് ടേം 3 ആണെന്ന് തന്നിരിക്കുന്നു. ഇനി സെക്കൻഡ് ടേം കാണാൻ ഫസ്റ്റ് ടേം അപ്ലൈ ചെയ്യുന്നു. അതുപോലെ തേർഡ് ടേം കാണാൻ സെക്കൻഡ് ടേം ഉപയോഗിക്കുന്നു. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇനി വരുന്നത്. ഇനി നമുക്ക് ഫോർത്ത് ടേം കാണാം. a4 = 3 × ഇവിടെ 4-1 3 അങ്ങനെ a3 + 2 ഇവിടെ 3 × a3 നമുക്ക് കിട്ടിയിരിക്കുന്നത് 35 ആണ് +2 3 × 35 + 2
അത് കാൽക്കുലേറ്റർ വേണമെങ്കിൽ ഉപയോഗിച്ച് ചെയ്യാം. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 107. ഇനി A5 ഫിഫ്ത്ത് ടേം ആവുന്ന സമയത്ത് 3 ഇൻറ്റു ഇവിടെ A4 വരുന്നു. നോക്കൂ 5 - 1 ആണ്. അങ്ങനെ A4 + 2 അങ്ങനെ 3 ഇൻറ്റു 107 + 2 ആൻസർ കിട്ടുന്നത് 323 ആണ്. ഈ രീതിയിൽ ഈ സീക്വൻസിലെ ഫസ്റ്റ് 5 ടേംസ് നാം കണ്ടെത്തിയിരിക്കുന്നു. അതിൽ ഫസ്റ്റ് ടേം 3 ആണെന്ന് തന്നിരിക്കുന്നു. ബാക്കി 4 ടേംസ് ആണ് നാം ഇവിടെ കണ്ടത്. ഇനി ഇത് നമുക്ക് സീക്വൻസായി എഴുതുമ്പോൾ 3, 11, 35, 107, 323 എക്സെട്ര എന്ന് കിട്ടുന്നു. ഇവിടെ ചോദ്യത്തിൽ സീക്വൻസും അതുപോലെ ആ സീക്വൻസിന് കറസ്പോണ്ടിങ് ആയ സീരീസും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആയതുകൊണ്ട് സീരീസ് എന്തായിരിക്കും? 3 + 11 + 35 + 107 + 323 + എക്സെട്ര. നോക്കൂ, സീക്വൻസും സീരീസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഒരു സീക്വൻസിലെ ടേമുകളെ സെപ്പറേറ്റ് ചെയ്യുന്നത് കോമ കൊണ്ടാണെങ്കിൽ സീരീസ് ആവുന്ന സമയത്ത് പ്ലസ് സൈൻ ഇടുന്നു. ഈ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അടുത്ത ചോദ്യത്തിലും ഫസ്റ്റ് 5 ടേംസ് ഉപയോഗിച്ച് സീക്വൻസ് എഴുതാനും അതിന് കറസ്പോണ്ടിങ് ആയ സീരീസ് എഴുതാനുമാണ്. ഇവിടെ ഫസ്റ്റ് ടേം A1 = -1 എന്ന് തന്നിരിക്കുന്നു. ഇനി n എന്നത് 2ഓ 2നേക്കാൾ കൂടുതലോ ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന nth ടേം തന്നിരിക്കുന്നു. നോക്കൂ, 1 ആവുന്ന സമയത്ത് -1 ആണ് തന്നിരിക്കുന്നു. ഇനി 2 വരുന്ന സമയത്ത് A2 വരുന്ന സമയത്ത് ഈ nth ടേം അപ്ലൈ ചെയ്യാം. അപ്പോൾ A2 എന്നത് നോക്കൂ 2 - 1 A1 കിട്ടും. A1 ഇവിടെ n എത്രയാണ്? 2 കൊടുക്കുന്ന സമയത്ത് 2 ആണ്. അങ്ങനെ A1/2 കിട്ടുന്നു. അങ്ങനെ നമുക്ക് -1/2 എന്ന് A2 കിട്ടുന്നു. ഇനി A3 കാണുന്ന സമയത്ത് 3 - 1 2 ആണ്. അങ്ങനെ A2/n സ്ഥാനത്ത് 3 നൽകുമ്പോൾ A2/3 കിട്ടുന്നു. ഇവിടെ A2 കിട്ടിയത് -1/2 ആണ്. -1/2/3 അങ്ങനെ -1/6 എന്ന് കിട്ടുന്നു. ഇനി A4 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 4 - 1 3 ആണ്. A3 ഇവിടെ n ആയതുകൊണ്ട് 4. A3 കിട്ടിയിരിക്കുന്നത് -1/6 ആണ്. -1/6/4 അങ്ങനെ -1/24 കിട്ടുന്നു. ഇനി A5 എന്ന് പറയുമ്പോൾ 5 - 1 4 ആണ്. A4 ഇവിടെ n ആയതുകൊണ്ട് 5. A4 -1/24/5 ആൻസർ കിട്ടുന്നത് -1/120 ആണ്. ഇനി സീക്വൻസും അതിന് കറസ്പോണ്ടിങ് ആയ സീരീസും എഴുതാം. സീക്വൻസ് നോക്കൂ, -1, -1/2, -1/6, -1/24, -1/120 എക്സെട്ര. ഇനി സീരീസ് എഴുതുന്ന സമയത്ത് -1 + -1/2 + -1/6 + -1/24 + -1/120 + എക്സെട്ര. ഈ രീതിയിൽ സീക്വൻസും സീരീസും ലാസ്റ്റ് എഴുതണം, ചോദ്യത്തിൽ പറഞ്ഞതുകൊണ്ട്. അടുത്ത ചോദ്യത്തിലും സീക്വൻസും സീരീസും എഴുതാനാണ്. ഇവിടെ ഫസ്റ്റ് ടേം 2 ആണ്. അതുപോലെ സെക്കൻഡ് ടേമും 2 ആണ്. നോക്കൂ, A1 = A2 = 2. അപ്പോൾ A1 = 2, A2 = 2. ഇനി n > 2, n-ന്റെ വില 2നേക്കാൾ കൂടുതലാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന nth ടേം ആണ് ഇത്. അതായത് A3 കാണാൻ ഈ nth ടേം ഉപയോഗിക്കാം. A3 എന്ന് പറയുമ്പോൾ നോക്കൂ, ഇവിടെ 3 ആവുമ്പോൾ 3 - 1 2 ആണ്. A2 - 1 A2 എത്രയാണ്? 2 ആണ്. 2 - 1 1 കിട്ടുന്നു. ഇനി A4 എന്ന് പറയുമ്പോൾ 4 - 1 3 ആണ്. അങ്ങനെ A3 - 1 = A3 കിട്ടിയിരിക്കുന്ന 1 ആണ്. 1 - 1 0. ഇനി A5 = A4 - 1. A4 0 ആണ്. 0 - 1 -1. ഇനി സീക്വൻസ് എഴുതുന്ന സമയത്ത് 2, 2, 1, 0, -1, എക്സെട്ര. സീരീസ് എഴുതുന്ന സമയത്ത് 2 + 2 + 1 + 0 + -1 + എക്സെട്ര. അങ്ങനെ നമുക്ക് സീക്വൻസും
സീരീസും കിട്ടുന്നു. ഈ ഭാഗത്തെ അവസാനത്തെ ചോദ്യം, ദ ഫിബോനാക്കി സീക്വൻസ് ഈസ് ഡിഫൈൻഡ് ബൈ 1 equal to a1 equal to a2 and an equal to an minus 1 plus an minus 2 n greater than 2. Find an plus 1 by an for n equal to 1, 2, 3, 4 and 5. നോക്കൂ, ഫിബോനാക്കി സീക്വൻസ് അല്ലെങ്കിൽ ഫിബോനാച്ചി സീക്വൻസിൻ്റെ ഒരു ജനറൽ ഫോമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ a1 ഈക്വൽ ടു a2 ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം 1 ആണ്, സെക്കൻഡ് ടേം 1 ആണ്. ഇനി n ഗ്രേറ്റർ ദാൻ 2, എന്നിൻ്റെ വിലകൾ 2നേക്കാൾ കൂടുതലാവുന്ന സമയത്ത്, 3 മുതലുള്ള വിലകൾ വരുന്ന സമയത്ത് അത് കണ്ടെത്താനുള്ള രീതി എന്ന് പറയുന്നത് an-1 പ്ലസ് an-2. അതായത് അതിന് അടുത്തടുത്ത 2 ടേമുകൾ തമ്മിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് 1 പ്ലസ് 1 2 ആണ് തേർഡ് ടേം. ഇനി ഫോർത്ത് ടേം കാണാൻ 1 പ്ലസ് 2 3. ഇനി അടുത്ത ടേം കാണാൻ 2 പ്ലസ് 3 5. അതിനടുത്തത് കാണാൻ 3 പ്ലസ് 5 8. ഇനി അടുത്തത് കാണാൻ 13, 5 പ്ലസ് 8 13 എക്സെട്ര എന്ന രീതിയിലാണ് ഇതിലെ ടേമുകൾ കണ്ടെത്തുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ നമുക്ക് ഈ സീക്വൻസ് കിട്ടുന്നു. നമുക്കിവിടെ കാണേണ്ടത് എന്നിന് 1 മുതൽ 5 വരെ വിലകൾ നൽകുമ്പോഴുള്ള an+1 by an ആണ്. അപ്പോൾ നമുക്ക് എന്നിന് 1 എന്ന വില നൽകുമ്പോഴുള്ള an+1 by an കാണാം. എന്നിന് 1 നൽകുമ്പോൾ an+1 എന്തായി മാറും? 1 + 1 2 a2 by a1 ആവും. ഇവിടെ a1 എന്ന് പറയുന്നത് 1 ആണ്, ഇത് a2, ഇത് a3, a4, a5, a6, a7 എക്സെട്ര. ഇതാണ് ഈ സീക്വൻസിലെ ടേമുകൾ. ഇനി a2 by a1 എന്ന് പറയുമ്പോൾ നോക്കൂ, a2 1 ആണ്, ബൈ a1 1 ആണ്. അങ്ങനെ 1/1 ആൻസർ കിട്ടുന്നത് 1 ആണ്. ഇനി n ഈക്വൽ ടു 2 നൽകുന്ന സമയത്ത് നോക്കൂ, 2 + 1 3. അങ്ങനെ a3 by a2 കിട്ടും. a3 എത്രയാണ്? 2 ആണ്. 2/1 ആൻസർ 2 എന്ന് കിട്ടുന്നു. ഇനി n ഈക്വൽ ടു 3 നൽകുമ്പോൾ നോക്കൂ, a3 + 1 എന്ന് പറയുമ്പോൾ a4 ആണ്. a4 by a3, a4 3 ആണ്, a3 2 ആണ്. അങ്ങനെ 3/2 എന്ന് കിട്ടുന്നു. ഇനി n-ന് 4 നൽകുമ്പോൾ a4 + 1 5 ആണ്. a5 by a4, a5 എത്രയാണ്? 5/3 എന്ന ആൻസർ കിട്ടുന്നു. ഇനി n-ന് 5 നൽകുന്ന സമയത്ത് a6 by a5 എന്ന് കിട്ടുന്നു. a6 8 ആണ്, a5 5 ആണ്. അങ്ങനെ 8/5 കിട്ടുന്നു. അങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്ന n-ന് 1 മുതൽ 5 വരെയുള്ള വിലകൾ നൽകുമ്പോഴുള്ള an+1 by an എന്നത് കിട്ടുന്നു. ഇത്രയും ചോദ്യങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ ആദ്യ ഭാഗത്ത് വരുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ആവർത്തിച്ച് കാണാൻ കഴിയും. ഒരു കാര്യവും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല. ഇതെല്ലാം വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. ആവർത്തിച്ച് കണ്ട് കൂടുതൽ വ്യക്തത വരുത്തുക. താങ്ക് യു.